ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ വന്നേക്കുന്ന ഈ പെയ്ഡ് ചാനലുകൾ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കാണാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 130 രൂപയാണ് ബേസിക് പാക്ക്, അത് പ്ലസ് GST 154 ആവും. ആ കൂടെ ഏഷ്യാനെറ്റിൻ്റെയും സൂര്യയുടെയും പോക്കറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രൈസ് ഏകദേശം 230 രൂപയ്ക്ക് അടുത്തോട്ട് വരും. ഇപ്പം ഏഷ്യാനെറ്റിലും സൂര്യയിലും ഒക്കെ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ ഏഷ്യാനെറ്റ് പ്ലസിലും ഏഷ്യാനെറ്റ് മൂവീസിലൊക്കെ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ കാണുന്നവരുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ഒരിക്കലും ഈ ചാനൽ ഒഴിവാക്കിക്കൊണ്ടൊരു പാക്കേജ് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. അന്നേരം അങ്ങനെയുള്ളവർക്ക് ഈ പെയ്ഡ് ചാനൽസ് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതായി ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ പുതിയ റെഗുലേഷൻസ് നിലവിൽ വരാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോ ഡയറക്ട്ലി വി ക്യാൻ ഗോ ടു വീഡിയോ. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഹോട്ട്സ്റ്റാർ സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് മൊബൈൽ ആപ്ലിക്കേഷനാണ്. അന്നേരം ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൊബൈലിൽ നമുക്ക് എങ്ങനെ ഇത് കാണാമെന്നുള്ളതാണ്. പക്ഷേ ഈ മൊബൈലിൽ കാണുന്ന ഇതേ കണ്ടൻറ്റ് നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്ത് ഈ മൊബൈലിൽ കാണുന്ന അതേ സമയത്ത് നമ്മുടെ ടി വിയുടെ ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ടി വിയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ്. അന്നേരം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അത് ഓരോ ഭാഗങ്ങളായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഞാനത് ക്ലിയർ ആയിട്ട് ഞാനിത് ഈ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ പറയുന്നതാണ്. ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സ്റ്റാറിൻ്റെ തന്നെ ഇപ്പം നമുക്കറിയാം 9 ചാനലുകൾ. 9 ചാനലുകൾക്ക് ഏകദേശം അവർ വാങ്ങുന്നു 39 രൂപ പ്ലസ് GST നമ്മുടെ ഇന്ന് 44 രൂപ വാങ്ങുന്നുണ്ട്. ഇത് സ്റ്റാറിൻ്റെ ആ 9 ചാനലുകൾ കാണാനും സ്റ്റാർ ഗ്രൂപ്പിൻ്റെ എല്ലാ ചാനലുകളും ലൈവായിട്ട് കാണാനും ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ബാക്കിയുള്ള സണ്ണിൻ്റേതും ബാക്കിയുള്ള പെയ്ഡ് ചാനൽ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജിയോ TV ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഉപകാരപ്രദമാകുന്നത് ഞാൻ മെൻഷൻ ചെയ്തതാണ്. നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഏകദേശം 50% കേരളത്തിലെ വ്യൂവേഴ്സ് കാണുന്ന ചാനലാണ്. ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ 5 പ്രോഗ്രാം ഏഷ്യാനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബാക്കി 50% ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനൽ, ബാക്കിയുള്ള 50% ആൾക്കാരെ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ എല്ലാം കൂടി കാണുന്നുള്ളൂ എന്നുള്ള കാര്യം ഈ സമയത്ത് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഏഷ്യാനെറ്റ് പ്ലസ്, അതുപോലെ എല്ലാ ചാനലുകളും നമുക്ക് ലൈവായിട്ട് ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പം ഇന്നൊരു സീരിയലോ എന്തെങ്കിലും ഒരു കാര്യം ലൈവായിട്ടൊരു പ്രോഗ്രാം കാണാൻ സാധിച്ചില്ലെങ്കിൽ നാളെ അതിൻ്റെ റീടെലികാസ്റ്റിംഗ് വരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ നിങ്ങൾക്ക് ആ സീരിയലുകളുടെ മുൻ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഈ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് പണിയൊക്കെ തീർത്തതിന് ശേഷം നിങ്ങൾക്ക് വന്നിരുന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതും അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വാനമ്പാടി, സീതാ കല്യാണം, കസ്തൂരിമാൻ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. നേരം ഈ ചാനലുകളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്കിവിടെ വന്നിരുന്ന് കാണാം. നേരം നമുക്ക് ഈ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ ലാഭിക്കുന്നത് 44 രൂപയാണ്. നേരം ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളെ ജിയോ TV ആണ്. ജിയോ TVയുടെ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 130 രൂപയും ബേസിക്കും അതിൻ്റെ GST അടക്കം 154 രൂപ കൊടുക്കുന്നു. ആ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സണ്ണിൻ്റെ പെയ്ഡ് ചാനലുകൾക്ക് ഏകദേശം 25 രൂപയും മിച്ചവും കൊടുക്കുന്നു. അത് അവരുടെ പല പാക്കുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ കാണുമ്പോൾ പൈസ കൂടും. അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി പല ചാനലുകൾ കാണുന്നുണ്ട്. ജിയോ TV നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഏകദേശം 690 ചാനലുകളാണ്. ആ 690 ചാനലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ ഇത്രയും ചെയ്താൽ ജിയോയുടെ ഒരു സിം എടുത്ത് അവരുടെ ഒരു മാസം റീചാർജായ 148 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പം കോൾ ചെയ്യാൻ അതാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുകൊണ്ട് ഒരുവിധം എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുന്നത് ജിയോ TV ആണ്. എന്നാൽ അവരുടെ ഇപ്പം 198 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപ അവർ ഓഫർ കൊടുക്കുന്നുണ്ട്. 148 രൂപയ്ക്ക് തന്നെ നമുക്ക് ആ ഓഫർ അന്നേരം നമുക്ക് വാലിഡ് ആയിട്ട് ലഭിക്കും. അന്നേരം അങ്ങനെ ഒരു ദിവസം 2 GB നെറ്റ് ഉണ്ടെങ്കിൽ 3 to 4 hours നമുക്ക് ലൈവായിട്ട് പ്രോഗ്രാം വാച്ച് ചെയ്യാനും നമുക്ക് ജിയോ TVയിൽ പ്രോഗ്രാം വാച്ച് ചെയ്യാനും സാധിക്കും. അന്നേരം നമുക്ക് ആ ജിയോ TVയിലേക്ക് നമുക്ക് പോവാം. ജിയോ TVയിൽ നമുക്ക് ഏകദേശം 690 ചാനലുകൾ ലഭിക്കും. ജസ്റ്റ് ഞാൻ ജിയോ TVയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് 690 ചാനലുകളാണ് നമുക്ക് ലഭിക്കുന്നത്. 690 ചാനലുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ജസ്റ്റ് ജിയോ TVയിലേക്ക് പോവാം. അതിൻ്റെ അകത്ത് നെറ്റ് ഓൺ അല്ലായിരുന്നു. നെറ്റ് ഇപ്പം ഓണാണ്. നെറ്റ് ഓണായതുകൊണ്ടാണ് നേരത്തെ ജിയോ TV ലഭിക്കാതിരുന്നത്. ഓക്കെ,
ഇപ്പം ജിയോ ടി വിയിലേക്ക് പോയി. ജിയോ ടി വി ജസ്റ്റ് ഓപ്പണായി വന്നതിന് ശേഷം ഞാനിത് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ഈ ജിയോ ടി വിയിൽ സ്ക്രീൻ റെക്കോർഡർ വർക്കാകുന്നില്ലെങ്കിൽ അത് അവരുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ജിയോ ടി വിയുടെ കണ്ടൻറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല സ്ക്രീൻ റെക്കോർഡ് മുഖാന്തരം. അതുകൊണ്ടാണ് കണ്ടൻറ്റുകൾ ലഭിക്കാത്തത്. അതിൻ്റെ അകത്ത് ഞാൻ തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കുന്നു. നമ്മൾ കണ്ടൻറ്റ് കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഓൾ ചാനൽസ് 634 ചാനൽസ് നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിൽ തന്നെ 32 ചാനൽസ് ഉണ്ട്. ആ 32 ചാനൽസ് നമുക്ക് ജിയോ ടി വി കാണാൻ പറ്റും. മലയാളത്തിലെ എല്ലാ പെയ്ഡ് ചാനൽസും എല്ലാ ഇമ്പോർട്ടൻറ്റ് ചാനൽസുകളും നമുക്ക് ജിയോ ടി വിക്കകത്ത് കാണാൻ സാധിക്കും. ഞാൻ ആ ചാനലുകൾ പ്ലേ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മുമ്പേ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു പോർഷൻ, ജിയോ ടി വിയുടെ ആ പോർഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാലാണ് 32ഓളം മലയാളം ചാനലുകളുണ്ട്. ഓൾ ചാനൽ ഏകദേശം 64 അതിൻ്റെ അകത്ത് കാറ്റഗറി വൈസ് നമുക്ക് നോക്കാം. കാറ്റഗറി വൈസ് ബിസിനസ് ചാനലുകൾ നമുക്ക് 8, ഡിവോഷണൽ 8, എഡ്യൂക്കേഷൻ 49, എൻ്റർടൈൻമെൻറ്റ് 123, ന്യൂസ് 198. നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരുവിധ എല്ലാ ചാനലുകളും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ജിയോ ടി വിയിൽ. ഈ ജിയോ ടി വി നമ്മൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. മിതമായ പൈസയിൽ, നമുക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നുമില്ല. നമ്മളെല്ലാവരും ജിയോ യൂസ് ചെയ്യുന്നവരാണ്. പ്ലേ സ്റ്റോറിൽ കയറി ജിയോ ടി വി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഹോട്ട്സ്റ്റാർ എന്ന് അടിച്ചു കൊടുത്താൽ ഹോട്ട്സ്റ്റാറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മളെല്ലാവരും സാധാരണ ആൾക്കാരൊന്നും ഇത്രയും നെറ്റ് ഒരു ദിവസം യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ ആ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന ആ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ചാനലുകൾ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇതെങ്ങനെ നമുക്ക് ടി വി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ മൊബൈലിൽ കാണുമ്പം പലർക്കും ആ ടി വിയിൽ കാണുന്ന ഒരു കാഴ്ച കാണുമ്പം അതിൻ്റെ ഒരു ഭംഗി നമുക്കൊരിക്കലും മൊബൈലിൽ കാണുമ്പോൾ ലഭിക്കില്ല. അതിന് ഇത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലേത് ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ, അല്ലെങ്കിൽ സ്മാർട്ട് ടി വി ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ ടി വി ഫോണുമായിട്ട് ടെതർ ചെയ്താൽ മതി. വെരി സിമ്പിൾ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നുമില്ല. ആ സാധനം നിങ്ങളുടെ വീട്ടിലുള്ളത് നേരത്തെ വാങ്ങിയ LED LCD സാധാരണ ടി വി ആണെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആൻഡ്രോയിഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ബോക്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് വലിയ എമൗണ്ട് ഉള്ളതൊന്നുമല്ല. ഏകദേശം ഒരു 2500 രൂപ റേറ്റിൽ തൊട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ ടി വി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് DTH കണക്ട് ചെയ്യുന്ന പോലെ വയർ യൂസ് ചെയ്ത് കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഫോണ് ടി വി ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോണിൽ പ്ലേ ചെയ്യുന്ന അതേ കണ്ടൻറ്റ് നിങ്ങൾക്ക് ടി വിയിലും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാര്യം അറിയത്തില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.